നമ്മളിന്ന് പിന്നെ ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് സെലിക്ക ഷെറി എല്ലാരും ഉണ്ട്. ഞങ്ങളിന്ന് എന്താ ബാർബിക്യൂ നൈറ്റ് ആണ്, അല്ല ബാർബിക്യൂ ഡേ ആണ്. അതിനായി നമ്മള് ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പൊ അതാ കയ്യില് ഫുള്ള് സാധനങ്ങളാണ്. പിന്നെ ഇതാ സനു ബാർബിക്യൂന്റെ ഫുൾ ഫ്ലാറ്റ് ബാർബിക്യൂ എന്തോ സംഭവം വാങ്ങിയിട്ടുണ്ടെന്നാ നമുക്കറിയില്ല. പിന്നെ നമ്മള് വാഷിംഗ് മെഷീൻ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താ ലാൻഡ് ലോഡ് ഇവിടെ വരാൻ പറഞ്ഞു കാറേസില്. വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് നമ്മളെ മെയിൻ ട്യൂബ്. സനു, ഇന്നെന്താ നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മള് ചിക്കൻ ഓവനില് റോസ്റ്റ് ചെയ്യാം. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, വിങ്സ് ഉണ്ട്, പിന്നെ എന്താ കഴിക്കാം, ലാം ചോപ്സ് ഉണ്ട്, ലാം റിബ്സ് ഉണ്ട്, ടിപ്സുകൾ കുറെ ഉണ്ട്, സലാഡ്, റൊട്ടി, അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഗായ്സ് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഫിക്സ് ചെയ്തിട്ട് വരാന്. അപ്പൊ നമ്മള് ഇതാ സാധനം എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സാധനം നമ്മൾ ആൽറ്റീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മറ്റേ ക്രഷ്ഡ് ചില്ലി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു. എന്നിട്ട് ക്രഷ്ഡ് ചില്ലി നമ്മൾ ഉണ്ടാക്കാനുള്ള ആ പാത്രത്തിലിട്ട്, എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇത് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കുരുമുളക് പൊടി, അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ വിനേഗർ ഒഴിച്ചു കൊടുത്തു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാബി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല മിക്സ് ചെയ്തത്, ഇത് ബാബിയാണ് മിക്സ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ആൾ മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓലിവ് ഓയിൽ ഒഴിക്കുക. ചിക്കൻ എപ്പോഴും കുറച്ച് ഓയിൽ ഒഴിച്ചാൽ നല്ലതായിരിക്കും മസാല പിടിക്കാൻ. പിന്നെ അടുത്തതായി നമ്മള് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല് ലെമൺ ജ്യൂസ് ആണ്. അപ്പൊ ഇത് ഈ ചിക്കൻ ഒന്ന് ചിക്കൻ ഒന്ന് എന്താ പറയാ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മള് ലെമൺ ജ്യൂസ് വെക്കുന്നത്. അത് താങ്കളുടെ ചിക്കനില്, ഇത് ഞങ്ങളുടെ ചിക്കനാണ്. ഇത് നല്ല സോഫ്റ്റ് ആവും ചിക്കൻ, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലെ? എന്താ അഭിപ്രായം സെലിക്ക? അപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ചാൽ ലാം റിബ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ ക്രഷ്ഡ് പെപ്പറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വിനേഗർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആസ് യൂഷ്വൽ ഓലിവ് ഓയിൽ ആൻഡ് സോൾട്ട് ഇല്ലാതെ എന്ത് ഭക്ഷണം, അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ റിബ്സ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. സെലിക്ക് അടിപൊളിയായത് മിക്സ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ഉള്ളൊരു മസാലയാണ്, ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. സനു ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ചാൽ റോസ്റ്റ് ചിക്കൻ ആയിരുന്നു. പക്ഷേ അതിൻ്റെ റെസിപ്പി എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. നമ്മൾ ക്യാമറ ഒക്കെ ചെന്നപ്പോഴത്തേനും ആൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മസാല തേച്ച് വെക്കണമല്ലോ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അപ്പം അതുകൊണ്ട് ആ ടൈം കിട്ടിയില്ല. സനു എന്താ ഉണ്ടാക്കണേ? ഞാന് ചിക്കൻ ഗുൽഫാരി. നല്ല പേര്. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഓപ്പർജീൻ അല്ലെങ്കിൽ ബ്രിഞ്ചിൽ ഇത് വെച്ചു. പിന്നെ എന്താ പറയുക ചില്ലി വെച്ചു. എന്നിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തത് അതിൻ്റെ മേലേക്ക് ഓരോന്ന് വെച്ച്. ഞാനെന്താ പറയണത് വെച്ചാൽ ഇത് ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അവസാനം ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, ഇതിൻ്റെ 2 ഇലയും ഇട്ടു. പിന്നെ നമ്മൾ ബേബി പൊട്ടാറ്റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിതിൻ്റെ ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. പിന്നെ റെഡ് ഓണിയൻസും കുറച്ചിട്ട്. അപ്പം ഇത് ഇത് ഷെഫിന്റെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്, റോസ്മേരി ലീവ്സ്. ഇതിട്ട് കഴിഞ്ഞാല് ഉപ്പ് പറഞ്ഞിട്ടുള്ളത് മുടിയൊക്കെ തഴച്ച് വളരുന്നതാണ്. കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ കഴിക്കുന്ന ചിക്കൻ്റെ കൂടെ നമ്മൾ വെറും ചിക്കൻ അല്ല കഴിക്കേണ്ടത്, ഇങ്ങനത്തെ പച്ചക്കറി വർഗ്ഗങ്ങളും കഴിക്കണം. എന്നാലാണ് നമ്മളുടെ ബോഡി എന്താ പറയാ എല്ലാം കൊണ്ടും നല്ലതാവുക. ബോഡിക്ക് നമ്മൾ ചിക്കൻ കഴിച്ചുകൊണ്ട് നമ്മള് ബോഡി കേടാക്കുന്നു.
അതിന്റെ കൂടെ നമ്മൾ ഇത് കഴിച്ചിട്ട് നമ്മളെ ബോഡി സൂപ്പർ ആക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. കഴിക്കണ്ടേ? വിവിധ തരം ആരോഗ്യ ഗുണങ്ങളുള്ള ഇത് റോസ്മേരി ഓയില് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല. ആ റോസ്മേരി തന്നെയാണ്. അപ്പോൾ മാരിനേഷൻ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സനുദ അവനിൽ വെക്കാണ് ചിക്കൻ. മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് തിരിക്കണമെങ്കിൽ ഞാൻ തന്നെ വരണം. ആയിട്ട് നമ്മൾ തിരിക്കണം. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ 50-ലിടാം. സെറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പിടിച്ച് ശരിയാവും. കണ്ടോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ പിടിച്ച് നിൽക്കി അത് ശരിയാക്കി. അതാണ് എന്റെ കഴിവ്. എവിടേക്കാണ് പോകുന്നത്? നമ്മള് ബിബിക്യൂനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പുറത്ത്. ഫുള്ള് സെറ്റിങ് ചെയ്തു. അപ്പൊ നമ്മള് ബാർബിക്യൂ ഡേ ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ബാർബിക്യൂ നൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ബാർബിക്യൂ നൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ B&M പോയിട്ട് വാങ്ങിയ ഐറ്റം ആണിത്. ഇത് നമ്മളൊരു പോർട്ടബിൾ ബാർബിക്യൂ എന്താ പറയാ ചെയ്യുന്ന സ്റ്റാൻഡോ ബാർബിക്യൂ മെഷീനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാം. നമ്മളിതാ അൺബോക്സ് ചെയ്തു. പിന്നെ അൺബോക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് നമ്മളിത് ഓൾറെഡി പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കാം. എനിക്കിതിനെ പറ്റി അറിയില്ല. അപ്പൊ ഞാൻ ഇത് കേട് വരുത്തണോണ്ട് ഞാൻ സെലിക്കാനെ വിളിച്ചിട്ട് സൂപ്പറായി കാണിച്ചു തരാം. ഓക്കെ, സെലിക്ക സ്വാഗതം ചെയ്യുന്നു. സെലിക്കാനെ സെലിക്കിനി എല്ലാം സോറി, ഞാൻ നേരത്തെ തന്നെ തല തിരിച്ചിട്ടാണ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വിളിക്കാം. അപ്പൊ സെലിക്ക ഇപ്പൊ നമുക്കിത് യൂസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഈ പോർട്ടബിൾ ബാർബിക്യൂ മേക്കർ. ഇന്ന് ഇവിടെ നമ്മൾ കുറച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു വൈബിന് വന്നു. നമ്മള് BBQ നൈറ്റാണ് നമുക്കും കൂടെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് നമ്മൾ സാലഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു കാണിച്ചു തരാം. നമ്മളിത് ഒരു പൈനാപ്പിൾ മിന്റ് സാലഡാണ്. അപ്പൊ ഇതിൽ നമ്മൾ മിന്റും പൈനാപ്പിളും കൂടി ഇത് നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് സാലഡാണ്. എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ലൈക്ക് എന്ത് പാർട്ടി ഉണ്ടെങ്കിലും നമ്മളിത് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തൊരു സാലഡാണ് ഇത്. ഇതപ്പോൾ ഇന്ന് ബാബിയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ സാലഡാണ് ഇത്. സെലിക്ക അതായത് പ്രത്യേകം പ്രിപ്പയർ ചെയ്താണ്. ഇത് നമ്മളിപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴിക്കുന്ന കാരണം നമുക്ക് നല്ല നല്ല സാലഡ്സ് വയറ്റിക്ക് പോകണം. അപ്പം അതിനായിട്ട് നമ്മൾ ഒട്ടുമിക്ക വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡാണിത്. അപ്പം ഇതിൽ എന്തൊക്കെ സെലിക്ക ഉണ്ടാക്കിയത് അപ്പം ഞാൻ ചേർക്കുന്ന സമയത്ത് കണ്ട കുറച്ച് സാധനങ്ങൾ പറയാം. ക്യൂക്കമ്പർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ ലെറ്റസ് ഉണ്ട്, പിന്നെ പോംഗ്രാനൈറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ എന്താ ഇനി ആവശ്യമുള്ളത്? നമ്മള് അടിപൊളിയായിട്ട് ദഹനമൊക്കെ നടക്കും. ചിക്കൻ്റെ കൂടെ അടിപൊളി സാലഡ്. പിന്നെ നമ്മളെല്ലാ മീൽസും ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് ഈ ഷെറിൻ. അത് ഇരുട്ടത്താണ് വെളിച്ചത്തിട്ട് ഷെറിനാണ്. അതായത് ഞാൻ ഈ ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. കുട്ടിയാണ് എല്ലാം പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ സനു അവളിൽ വെച്ച ഡിഷ്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു, അതായത് കുറച്ച് ഐറ്റംസ് ഒക്കെ കരിഞ്ഞു പോയി. പക്ഷെ ഓൾമോസ്റ്റ് നമ്മള് കഴിക്കാൻ പാകത്തിന് കിട്ടി. ഭാഗ്യത്തിന് ആ ടൈമില് ഇത് ഗ്രില്ലായതാണ്. കരിഞ്ഞതെന്നല്ല അതിനെ പറയാം. ഇത് ഗ്രില്ലായിട്ട് അടിപൊളി വെൽ കുക്ക്ഡ് എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ സംഭവം. ഇതാണ് നമ്മുടെ അടുത്ത ഡിഷ്. ഇതാണ് റോസ്റ്റ് ചിക്കൻ. നമ്മളിന്ന് അടിച്ചു പൊളിക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ നല്ല തണുപ്പായി. ഞങ്ങളിത് നേരത്തെ തന്നെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ നേരെ വൈകിപ്പോയി. നമുക്ക് വാഷിംഗ് മെഷീൻ, ഞാൻ നേരത്തെ കറീസിൽ കാണിച്ചു തന്നില്ലേ, വാഷിംഗ് മെഷീനൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പുതിയ വീട്ടിലിപ്പോൾ ഉള്ളത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ കേടുവന്നു. ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ട് വാഷിംഗ് മെഷീൻ അപ്പം തന്നെ കേടുവന്നു. അപ്പം അതുകൊണ്ട് അത് ഞങ്ങളുടെ ലാൻഡ് ലോഡ് ഇപ്പോൾ വാങ്ങി തന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അത് കാരണം അത് ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോയി. പിന്നെ നടന്ന് ഭക്ഷണം കഴിക്കുന്ന ഗൈസ് എന്നോട് പറഞ്ഞ്, ഞാൻ അവിടുന്ന് എന്തെങ്കിലും നുള്ളിപ്പറക്കി കഴിക്കാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് കഴിക്കരുത്. ഇപ്പൊ ടേസ്റ്റ് നോക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ടേസ്റ്റ് നോക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ. അപ്പൊ നമ്മൾ വാങ്ങിയ ചാർക്കോൾ ഇട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ തീ കത്തിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു. സെലിക്ക ഇത് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ അത് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കായിരുന്നു, ഷെയറൊക്കെ വീഡിയോ എടുക്കായിരുന്നു സ്റ്റോറിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് എൻ്റെ എന്താ പറയുക കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് സെലിക്ക് വന്നിട്ട് വീശുന്നത്. അങ്ങനെ നമ്മൾ ന്യൂഫിക്കഥ നിൽക്കുന്നുണ്ട് വൈബായിട്ട്. പിന്നെ ബാർബിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യൻ്റെ. അപ്പോൾ ആദ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്. ആൾ ഭയങ്കര എന്താ പറയുക, അങ്ങനെ ആദ്യമായിട്ടുള്ളൊരു ഇതിൽ വൈബിലിങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയും പിന്നെ JPയും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ മാരിനേഷനൊക്കെ കഴിഞ്ഞൊരു 2 hours ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. എന്നിട്ട് നമ്മളത് ഗ്രില്ലിലേക്ക് വെച്ചു. പിന്നെന്താ ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ വെച്ചു. നല്ല പൊക്കമാണ്. മറ്റേ പാടുന്ന പോലെ പാൽ ചിക്കൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായി വീശി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല വൈബായിരുന്നു. വർത്തമാനം ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ലാം റിബ്സിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമോനിക്കപ്പം അന്ന് തീരെ വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യമോനിട്ട് ഉള്ളിൽ പോയി, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. വീഡിയോ ചെറിയൊരു ക്ലിപ്സൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം അടിച്ചു പൊളിച്ച് നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.